നേരമായി. മോള് പൊയ്ക്കോ, കാറെടുത്തു. ഞാൻ കാറിൽ പോകുന്നില്ല. അയ്നോ പ്രേമന്റെ കൂടെ സ്കൂട്ടറിന്റെ ബാക്കിലിരുന്ന് പോകാനില്ലേ? അയ്യോ, ഞാൻ വേറെ റൂട്ടിലാണ് പോകുന്നത്. അമ്മേ, ഈ പ്രേമിനോട് പറയൂ എന്നെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാൻ. നീ തന്നെ പറ. പ്രേം പ്ലീസ്. സാരമില്ല പ്രേം, നാണിക്കണ്ട, പൊയ്ക്കോ. കയറൂ. ഓക്കെ. ബൈ. സ്വപ്നെ, നീ എന്റെ സ്വന്തമായി കഴിയുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായിരിക്കും. പ്രേം, ഉടനെ വരില്ലേ? ഉടനെ വരും. Hello, Swapna. How are you? Fine, thank you. Oh, sit down. Madam, സ്വപ്നയ്ക്ക് നെക്സ്റ്റ് വീക്ക് മാരേജ് ആണ്. My hearty wishes, Swapna. Thank you, madam. Prem is very handsome, madam. Really, you are a lucky girl. Swapna? No. Mrs. Swapna Prem. മാഡം, ഒരു ടെലിഫോൺ. ഞാനിപ്പോ വരാം. ഹലോ, യെസ്, വിമൻ സിസ്റ്റർ. അതെ ഉണ്ട്. എന്ത്? സ്വപ്ന, വരൂ. എന്താ മാഡം? നത്തിങ്, വരൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതാണ് നല്ലത്. കാരണം ആ കുട്ടിക്ക് കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല. ആക്സിഡന്റ് കണ്ടപ്പോൾ ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും മെന്റൽ ഡിപ്രഷൻ ഉണ്ടായേക്കാം. ഡോക്ടർ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഡോക്ടർ ചെറിയാൻ ഒരു നല്ല സൈക്കാട്രിസ്റ്റാണ്. ഈ അഡ്രസ്സിൽ അദ്ദേഹവുമായി കോൺടാക്ട് ചെയ്യൂ.
സ്വപ്ന അറിഞ്ഞു. ഇന്നലെ ഒരു സ്കൂട്ടർ ആക്സിഡന്റ് നടന്നു. സ്കൂട്ടർ ഓടിച്ചിരുന്ന മനുഷ്യൻ അപ്പൊ തന്നെ മരിച്ചു. പാവം, അയാളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. സ്വപ്ന ഈ മനുഷ്യനെ അറിയോ? എന്ത് പറ്റി ഡോക്ടർ? നത്തിങ്. കുറച്ചു നേരം ഉറങ്ങട്ടെ. പല ട്രീറ്റ്മെന്റുകളും ചെയ്തു നോക്കി, ഒന്നും ഫലിച്ചില്ല. വിവാഹം കഴിഞ്ഞാൽ ഒരു പക്ഷേ രോഗം മാറിയേക്കുമെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു. അതിനെ ശ്രമിച്ചു നോക്കി. ഒരു ഭ്രാന്തിയെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറായില്ല. അവസാനം എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യനെ ഞാൻ തേടിപ്പിടിച്ചു. കല്യാണം കഴിക്കുന്നതിൽ വിരോധമില്ല, പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഭർത്താവ് ഉദ്യോഗസ്ഥനാകാൻ എന്നെ കിട്ടില്ല. നീ എപ്പടി പേശറേ? നിനക്കെന്താ പറയാനുള്ളത്? ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലേതാണ്. എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ഒരു ജോലി വേണം. അവൻ ചൊല്ലതും കറക്റ്റ് തന്നെ. അതിനെന്താ മോനെ, നീ അന്യനല്ലല്ലോ. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെയുണ്ട്, അല്ലേ ചേട്ടാ? ഒന്നും മാത്രമില്ല, എനിക്കൊരു ജോലി. ജോലി ചെയ്തേ തീരും നിർബന്ധമാണെങ്കിൽ നീ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തോ. അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ പോരെ. എന്ത് ജോലി എന്ന് കൃത്യമായി പറയണം. Good morning. Morning. Mr. Rajasekaran, new appointment, purchasing manager. ഹലോ ഹലോ, ഐ എം ജനാർദ്ദനൻ, അസിസ്റ്റന്റ് മാനേജർ. ഓ മിസ് റാണി, ഞങ്ങളുടെ നമ്മുടെ സ്ഥലം മിസ് മേരി ക്ലാർക്ക്. അപ്പോ രാജശേഖർ, നമുക്ക് ഫാക്ടറിയൊക്കെ ചുറ്റി കാണാം. വരൂ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീ അവിടെ പോയി നേഴ്സായി ജോലി ചെയ്യണം. എങ്കിലേ നമുക്ക് ഈ ബന്ധം തുടരാൻ കഴിയൂ. അതിന് എനിക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. ഒരു ഭ്രാന്തി പെണ്ണിന് മരുന്ന് കൊടുക്കാൻ ഇത്ര അറിയാൻ എന്തിരിക്കുന്നു? ആ പിന്നെ ഒരു കാര്യം, പറഞ്ഞതെല്ലാം ഓർമ്മ വേണം. ഓക്കെ? ശരി. എന്നെ മനസ്സിലായില്ലേ? എന്നാ ആരാ ഒന്ന് പറഞ്ഞേ. അല്ല, രാജൻ, നിന്റെ രാജേട്ടൻ. നിന്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വിവാഹം നടക്കും. എന്താ, നിനക്ക് സമ്മതമല്ലേ? കുങ്കുമം വിൽക്കുന്ന സന്ധ്യേ, തമിഴകത്തെ തീയങ്കേ, തെന്നൽ മയങ്ങും മണലോരങ്ങളിൽ നിന്നെ കാണാൻ എന്തു രസം, നിന്നെ കാണാൻ എന്തു രസം, നിന്നെ കാണാൻ. ആ വിവാഹവും നടന്നില്ല. അവൾക്ക് അവനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അവൻ ആവശ്യം എന്റെ സ്വത്തായിരുന്നു. അവൾ എന്നും തന്റെ പ്രേമനെയും കാത്ത് തടസ്സിപ്പോയി നിൽക്കും. അങ്ങനെയാണ് നിങ്ങളെ അവൾ കണ്ടുമുട്ടിയത്. ആ സംഭവത്തിന് ശേഷം എന്റെ മോളിൽ നിന്നാണ് ചിരിച്ചു കണ്ടത്. കാരണം അവളുടെ പ്രേമം നിങ്ങളും ഒരുപോലെ ഇരിക്കുന്നു. പേരെന്താ? പ്രേമചന്ദ്രൻ. പ്രേമെന്ന് വിളിക്കും. അവന്റെ പേര് പ്രേംകുമാർ. പ്രേമെന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അപ്പോ ഞാൻ ഉറങ്ങട്ടെ. ഇരിക്കും. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുമായി ഇടപഴകുന്നത്
അവൾക്കൊരാശ്വാസമായിരിക്കുമെന്ന് തോന്നുന്നു. എന്തോ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സിലെ ദുഃഖമെല്ലാം മാഞ്ഞുപോയി. ദയവായി ഞാൻ പറയുന്നതിന് എതിര് പറയരുത്. പറയൂ. നിങ്ങൾ ദിവസവും ഇവിടെ വരണം. എന്റെ മകളെ കാണണം, അവളുമായി സംസാരിക്കണം. ഞാൻ ജോലി അന്വേഷിച്ച് നടക്കുന്നവനാണ്. പ്രായപൂർത്തിയായ അമ്മയില്ലാത്ത 2 സഹോദരിമാരുണ്ട് എനിക്ക്. അവർക്കെല്ലാം ആശ്രയം ഞാൻ മാത്രമാണ്. അതെല്ലാം ഉപേക്ഷിച്ച് വേണ്ട, എനിക്ക് ധാരാളം സ്വത്തുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം. എനിക്ക് അല്പം മനസമാധാനം ഉണ്ടാക്കി തരാൻ ശ്രമിക്കും. ക്ഷമിക്കണം, ഞാൻ പ്രേം, ഒരമ്മ മകൾക്ക് വേണ്ടി യാചിക്കുകയാണ്. എന്റെ മകളുടെ അസുഖം മാറിക്കിട്ടിയാൽ എനിക്ക് മനസമാധാനത്തോടെ മരിക്കാം. പ്രേം, പോകരുത്. അമ്മേ. പ്രേം, കാപ്പി കുടിക്കൂ. വാങ്ങി കുടിക്കും. അമ്മേ, ഞാൻ എന്റെ പ്രേമിന്റെ കൂടെ നടക്കാൻ പോകുന്നു. ഇന്ന് വേണ്ട മോളെ, നാളെ ആവട്ടെ. വേണ്ട മോളെ. ശരി, അമ്മ പറഞ്ഞ പോലെ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ആ പ്രേം, നാളെ വരില്ലേ? പ്രേം, വരാം. നീ ഇപ്പൊ വരണ്ട, നിന്നെ ഞാൻ അവസാനം കൊണ്ടുപോകാം കേട്ടോ. അല്ല എന്നെ കൊണ്ട് പോന്നേ. എടാ നീ വരണ്ട, ഞാൻ പോയിട്ട് ഇപ്പൊ വരാന്ന്. ആശാനെ അതിന്റെ അപ്പം ഞാൻ മാളവ്യ, പ്രൊഫസർ മാളവ്യ. ഓഹോ, നോക്കട്ടെ. എന്താ പേര്? സാധന. നാളെന്താ? പൂരൊരുട്ടാതി. എന്തുരുട്ടാതി? പൂരൊരുട്ടാതി. ആ, വയസ്സ് എത്രയായി? 32. 32 കഴിഞ്ഞിട്ട് എത്ര മാസമായെന്ന്?